നമസ്കാരം. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ് 50 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. 25ഓളം പേരെ കാണാതായി. കഴിഞ്ഞ 48 മണിക്കൂറായി ശക്തമായ മഴയാണ് ശ്രീലങ്കയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അവധിയാണ്. എല്ലാ പാസഞ്ചർ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾക്ക് പൊതു അവധിയാണ്. വിമാനങ്ങൾ തിരിച്ചുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 7 ജില്ലകളിൽ NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് നവംബർ 30ഓടെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരങ്ങളിലെത്തും. വരും ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കും. ഡിസംബർ വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കേരളം, തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീരത്തേക്ക് അടുക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു.